നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എന്താ പറയുക, പെരുത്തറ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേരത്തണോ ഈ ഒരു സ്ഥലം. ഇവിടെ വന്നൊരു ലോഡ് കയറ്റാൻ വന്നേക്കണം. എന്തൊരു കട്ടയാണ്, കട്ട. അത് കയറ്റാൻ വേണ്ടി വന്നതാണ്. ഇവിടെ 1:30 വൈകുന്നേരം വന്ന അവിടെ. അപ്പോൾ ലോഡറക്കി നമ്മൾ അവിടുന്ന് പലയിടത്തുനിന്ന് ഒരു ലോഡ് പറഞ്ഞിരുന്നു. ആ ലോഡ് കയറ്റാന്ന് വെച്ചാൽ പോയത്. അപ്പോൾ അത് മിസ്സായി. അപ്പോൾ പിന്നെ തിരിച്ച് ഇവിടെ ഇങ്ങനെ ആ വഴി തന്നെയാണ് വന്നൊരു ലോഡ് കയറ്റാൻ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇന്നലെ ഇവിടെ കുളിക്കാനോ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ഭക്ഷണം പിന്നെ കഴിക്കാതില്ല. രാത്രികൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ ഒരു ചായ കൊണ്ട് ഒരാൾ വന്നു. ഇപ്പോൾ കാലത്ത് ചായ എന്ന് വിളിക്കുന്നപ്പോൾ ഞാൻ ഉറക്കത്തിന് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. ഇതാണ് ആ കമ്പനി. ഇത് ഈ കട്ടയെന്ന് പറഞ്ഞു. ഇനി അകത്ത് ഇന്നലത്തെ പേര് കണ്ടിട്ട് എനിക്ക് അകത്ത് കയറിയൊന്നും വീട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. വണ്ടി നമുക്ക് കണ്ണൂർക്കുണ്ടല്ലോ, കണ്ണൂർ വണ്ടിക്കാർക്ക് വന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടോ, കുളിക്കാനോ തൊട്ടടുത്തൊരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം. ഒരു കേരള വണ്ടി വേറെ ഉണ്ട്, KL6. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ 3-4 കേരള വണ്ടിയിലൂടെ കയറ്റി പോകണുണ്ടോ. ഇത് ബെട്ട കമ്പനി ഉണ്ടത്. അതേ നിൽക്കണം അടുത്ത കേരള വണ്ടി KL70H. ഈ കാലത്ത് ഇപ്പോൾ ഈ എണ്ണം വന്ന പറഞ്ഞാൽ ഒരു ചായയും കുടിക്കാൻ പറ്റി, ഒരു ഇത് കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോകണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കില്ല, വേണ്ടൊന്ന് കുളിക്കലാണ്. ഇവിടെ ഈ ഇങ്ങനെ അതൊക്കെ വന്നിട്ട് കുളിക്കുക. നമ്മൾ ഈ ലോങ് ഓടുമ്പോൾ ഗുണമെന്നറിയോ, ലോങ് ഓടുമ്പോൾ നമുക്ക് 2-3 ദിവസം കുളിക്കാതിരുന്നാലും നമുക്ക് ക്ഷീണം വരുന്നില്ല. കാരണം ഈ വണ്ടി ഓടിക്കൽ മാത്രമല്ലേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എന്നും ലോഡിറക്കലും കയറ്റലും പായ പിടിക്കലും അങ്ങോട്ട് പിടിക്കലും ഇങ്ങോട്ട് പിടിക്കലും ആകുമ്പോഴത്തേക്കും ആകെ മടുപ്പാവും. പിന്നെ ഈ ലോങ് ഓടുമ്പോൾ എന്താ വെച്ചാൽ മെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ശമ്പളം ഉണ്ട്. ഇപ്പോൾ ഞാൻ 2 ദിവസം വണ്ടി ആൾട്ടായാലും പ്രശ്നമല്ല. ഇതിപ്പോൾ ഇന്നലെ അവിടെ ലോഡ് കയറ്റി വന്ന് 1 ദിവസം ഇവിടെ കിടന്നു. അതൊക്കെയാണ് ഈ ലോങ് ഓടുമ്പോഴാണ് എപ്പോഴും ഡ്രൈവർമാർക്കും മറ്റേ ഓണർമാർക്കും മെച്ചമുള്ളത്. അപ്പം ഇനി നമ്മളിനി ലോഡ് കയറ്റാൻ പോട്ടെ കേട്ടോ, ലോഡ് കയറ്റാൻ പോട്ടെ. ഞാൻ അകത്ത് കയറി കഴിഞ്ഞാൽ പിടുത്തവും കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു കേരള വണ്ടി വേറെ കയറുന്നുണ്ട്. ആണ് കമ്പനിയുടെ ഉൾഭാഗം. അകത്ത് ഇങ്ങനെയൊക്കെ പിടിക്കാനുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും കാണാൻ പിടിക്കാൻ പറ്റില്ല. കേരള വണ്ടി വേറെ കയറിയുണ്ട്. ഇതാണ് നമ്മൾ കയറ്റാൻ വന്നല്ലോ. ഇവിടെ വീഡിയോ എടുക്കുന്നതായി കാണാൻ പാടില്ല. ഇവിടെ സൂപ്പർവൈസർമാർ കണ്ടാൽ ചിലപ്പോൾ സീൻ ഉണ്ടാക്കും. ഇതെന്ത് കട്ട, എന്തോ കട്ടയല്ലേ ഇട്ടത്, റെനാക്കോണെന്ന് പറഞ്ഞൊരു കട്ടയാണത്. ഇത് ശരിക്കും സാധനമാണ് കയറ്റണത്, സാധനമാണ് കയറ്റണത്. ഇത് കട്ട ഉണ്ടാകുന്ന കമ്പനിയാണിത്. ഇതാണ് നമ്മ കമ്പനി കയറുന്ന വണ്ടി, റെനാക്കോൺ ബ്ലോക്സ് എന്ന് പറഞ്ഞ കമ്പനി. ഇനി ഇവിടുന്ന് കയറ്റി വേണം വരാൻ. ഇനി അകത്തുള്ള വീഡിയോ എടുക്കൽ കുറച്ച് സീനാണ്. ഇനി അവർ കണ്ടു എല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ അവർ ബുദ്ധിമുട്ടാവും. ബെട്ട കമ്പനി കേട്ടോ. ഇതുണ്ട് ആര്യവേപ്പിൻ്റെ സ്ഥലം കാണാം. ആര്യവേപ്പണ മുഴുവനുണ്ട്. ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നതാണ്. നമ്മുടെ നല്ല മാതിരി കൗട്ടടിക്കാൻ പറഞ്ഞ സ്ഥലമല്ല കേട്ടോ. ഇവിടെ വരണ വണ്ടിക്കാരൊക്കെ വന്നിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ മലയാളികളുണ്ട് ചേട്ടൻ, നമ്മുടെ തൊട്ടപ്പുറത്ത് വണ്ടി ഇടുക. ഇതുകൊണ്ട് ആര്യവേപ്പിലേക്ക് നല്ല കൂളിങ്ങില്ലേ. ഞാൻ ഈ സാധനം ഇപ്പോഴാണ് പുറത്തല്ല, ഇതിനകത്ത് കയറുമ്പോൾ നല്ല കൂളിങ്, അടിപൊളി. അപ്പോൾ നമുക്ക് ഇനി ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് പോവാം. ഇവിടെ ഒന്ന് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ നോക്കിയിരിക്കും. ഇവിടെ ഇതാണ് കേട്ടോ നമ്മൾ ലോഡ് കയറുന്ന കട്ടയുടെ പീസുകളുണ്ടോ. അപ്പോൾ നമ്മുടെ കൂടുതലുള്ള ചേട്ടല്ലേ, ആ ചേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ലെന്നേ. ഞാൻ ഇന്നലെ ചേട്ടൻ മലയാളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയാൻ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചേട്ടനെ കൂട്ടിയിട്ട് പോയാനെ. സംഭവം 2-2.5 കിലോ ഇതാണ് കട്ടണ്ട. പിന്നെ വീട് എടുക്കണ കാണാൻ പാടില്ല. ഇതൊക്കെ കമ്പനിയുടെ അകത്തെ ഭാഗങ്ങളാണ്. കട്ടകളുണ്ടോ, ആരെങ്കിലും കണ്ടാണ്ടല്ലോ കട്ടകൾ എടുക്കണം. ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ പോവാ. ഞങ്ങൾ രണ്ടാളും. ആ ചേട്ടൻ ഇന്നലെ ഉച്ചോട്ട് പട്ടിണിയാണ്. ഈ ചേട്ടൻ ഇന്നലെ ഉച്ചോട്ട് പട്ടിണിയാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് രാത്രി ഈ വഴിക്കൊക്കെ നടന്നു പോയി ഞാനും ഭക്ഷണം കഴിച്ചു. ഇവിടുന്ന് 3 കിലോമീറ്റർ നടക്കണം. 3 കിലോമീറ്റർ ഞാൻ എത്ര നേരം പിടിച്ചു എന്ന് എനിക്ക് പറ്റാണ്ടായി. ഒന്നത് ഇവിടെ ഭയങ്കര ചൂട്. പിന്നെ ഒന്നാമത്തെ കാര്യം കുളിച്ചിട്ടില്ല. കുളിച്ചിരുന്നീ പിന്നെ പകലേ പിന്നെ കുറച്ച് പറഞ്ഞിട്ട് കുളിക്കാനും ഒരു എന്ത് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കോപ്പിലെ കമ്പനി. ആ കമ്പനിക്ക് അത് ക്യാൻറ്റീനുണ്ട്. പക്ഷെ നമുക്ക് വണ്ടിക്കാർക്ക് കഴിക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടുന്ന് 3 കിലോമീറ്റർ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കുക. ആ കമ്പനിയുടെ ട്രെയിലറുകളാണ് കുറേ കണ്ടിട്ടോ.
ഇറങ്ങണ്ട ട്രെയിലറുകളുണ്ടോ. ഈ ഒരു കമ്പനി മാത്രമല്ല, ഇവിടെ വേറെ കമ്പനി ഉണ്ട്. ഇവിടെയൊക്കെ ഒരു തട്ടുകട എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കാറുണ്ടല്ലോ. ആ കുട എടുക്കാറുണ്ട് കേട്ടോ. കുട എടുത്ത് നീ വെയിലുള്ളതാണ് വരുന്നു. ഇതെന്ത് കമ്പനിയാണോ? പണ്ടം കമ്പനിയാണോ ഇവിടെ? ആ ഇതും പുതിയത് ഇപ്പം അടുത്ത് പണിതുള്ളൂ. വണ്ടിയിലെ ഭക്ഷണം വെപ്പ് തുടങ്ങണം. ഭക്ഷണം വെപ്പ് തുടങ്ങി. ഭക്ഷണം വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ആ കാലത്ത് തന്നെ വെക്കാം. അതിനകത്ത് കയറി വെക്കാൻ പറ്റില്ല. കാലത്ത് തന്നെ വെച്ച് വെച്ചാലും മതിയായിരുന്നു. വണ്ടിയിൽ ഭക്ഷണം വെപ്പ് തുടങ്ങണം, ഇല്ലെങ്കിൽ പണി പോളും. ഇതാണ് നമ്മൾ ആ ലോഡ് കയറുന്ന കമ്പനി, റെനാക്കോൺ AIC ബ്ലോക്സ്. കമ്പനിയൊക്കെ സൂപ്പറാണ്. പക്ഷേ വണ്ടിക്കാർക്ക് ഡ്രൈവർമാർക്ക് ഒരു വിലയില്ല. ഭക്ഷണം കഴിക്കാനാ, ഒന്ന് കുളിക്കാനാ. എന്നിട്ട് പറഞ്ഞാൽ ബാത്റൂമിൽ പോകണത്ത് ബാത്റൂം കാണണം. ഇന്ന് കാലത്തുനിന്ന് ബാത്റൂമിൽ പോയതാണ്. ബാത്റൂമിൽ പോയപ്പോൾ കയറി വഴിക്കന്നെ വായിക്കൂടെയും പുറത്തൂടെയും പോകുന്ന അവസ്ഥയാണ്. ഞാൻ ബാത്റൂമിൽ പോയി, ഞാൻ ഇറങ്ങി ഓടി. അമ്മ പറമ്പിൽ തന്നെ പോയി. ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കണത് പറമ്പിൽ പോയി. അത് 10 മിനിറ്റെങ്കിലും ഇരിക്കണ്ടേ. അത് അതാണ് നമ്മൾ വണ്ടിയിൽ ഡ്രൈവർമാർ പോയാലുള്ള പുറത്ത് പോയാലുള്ള നമ്മുടെ അവസ്ഥ. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനമല്ല, ചോറൊന്നും ഇല്ല ഇവിടെ. ആളെ എഗ് റൈസും മേടിച്ചു. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോട്ടാണ്. ഇനി ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം. പാവയിട്ട് അവിടെ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആൾ കഴിച്ചിട്ടില്ല. നമ്മൾ ഈ സ്ഥലത്തിന് പറഞ്ഞാൽ സിപ്കോട്ട്. വളരെ ഭക്ഷണം കഴിച്ചിട്ട് നടക്കണം. ഈ കൊടും വെയിലത്ത് അങ്ങോട്ട് നടക്കണം. അവിടെ എത്തുമ്പോഴത്തേക്കും തിന്നത് വിശക്കും, അല്ല തീരും. പക്ഷെ എൻ്റെ വണ്ടിക്കകത്ത് കുടയിനാണ്. ആ കുട എടുത്താൽ മതിയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് പകുതി ദൂരം നടന്നപ്പോൾ വയ്യാണ്ടായടപ്പോ. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഇനി നടക്കണം. വയ്യാണ്ടായി പറഞ്ഞാൽ വയ്യാണ്ടായി ഒരു വക ബുദ്ധിമുട്ട്. ഒന്നാമത്തെ കാര്യം വെയിലാണ്. വെയിലിൻ്റെ പ്രശ്നം കാരണമാണ് ഈ മെയിനായിട്ട് ഉള്ള ബുദ്ധിമുട്ട്. ഇനി ഇവിടുന്ന് പറഞ്ഞാൽ അടുത്ത എഴുന്നേക്കെല്ലാം അങ്ങോട്ട് പോകണം. നമ്മുടെ വണ്ടിയാണ് ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു. അതാണ് സാധനം. ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനി പായിട്ട് കെട്ടിയെടുത്ത് പോകണം. ഈ വണ്ടിയും കഴിയാറായി. നമ്മൾ നേരത്തെ വന്ന വർഷം കഴിച്ച വണ്ടിയുടെ ചേണ്ട വണ്ടി ഇത് അതും കഴിയാറായി. നമ്മളങ്ങനെ ലോഡെല്ലാം കയറ്റി പായൊക്കെ ഇട്ട് കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇവരുടെ വണ്ടിയുണ്ട് പായക്കെട്ട ജാതി സെറ്റപ്പ്. നമുക്കങ്ങനെ കെട്ടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ആ കല്ല് മാത്രമേ കയറ്റിയിട്ടുള്ളൂ, കട്ട മാത്രമേ കയറ്റിയിട്ടുള്ളൂ. ഒരു പൗഡർ കയറ്റിയിട്ടില്ല. പൗഡർ എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. നമുക്കതില്ല. നമുക്ക് കട്ട മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ സാധാ ഈ പായിട്ടത് കട്ട മാത്രമുള്ളത് കാരണം നമ്മൾ ഈ പായിട്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്കുള്ള വണ്ടികൾ കേട്ടോ. കേരളത്തിൽ കയറുള്ള വണ്ടികൾ, ഇറങ്ങുന്ന മുമ്പിൽ ഇറങ്ങുന്ന വണ്ടികൾ. ഇനി പാകത്ത് വണ്ടികളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചായ എന്തെങ്കിലും കുടിക്കുക. ഇനി ബില്ലാവാൻ ഇന്നലെ കാലത്ത് 6 മണിക്ക് വരുന്നുണ്ട്. കാലത്ത് വണ്ടി അകത്ത് കയറ്റിയപ്പോൾ 10 മണിയായി. ഇത് ലോഡ് കയറ്റി ഇപ്പോൾ സമയം കണ്ടോ 5:20 ആയണ്ട 5:20. ഇനിയിപ്പോൾ എന്താ പറയുക, രാത്രി 7 മണി 9 മണിയാവും ലോഡ് കയറ്റി കഴിയും. ഇതാണ് ആ കമ്പനി റെനാക്കോൺ. പിന്നെ നാളത്തെ യാത്ര പകൽ പോകണമെങ്കിൽ ബാക്കിയുള്ള വീഡിയോ തുടർന്നെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിർത്തും ഞാൻ.